നാലാമത്തെ പ്രശ്നം, കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ആക്ടിവിറ്റി മൊബിലിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇവർക്ക് പൊസിഷണൽ ഡീഫോമിറ്റീസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജനിക്കുന്ന സമയത്ത് ഇവർ കംപ്ലീറ്റ്ലി നോർമൽ ആണെങ്കിൽ പോലും ആസ് ഏജ് അഡ്വാൻസസ് ഇവരുടെ മസിൽസ് ചിലപ്പം അങ്ങ് സ്പാസത്തിൽ പോകും. പൊസിഷണൽ ഡീഫോമിറ്റീസ് കാരണം കൺട്രാക്ചേഴ്സ് വരുന്നു. അപ്പം നമ്മൾ ഇഷ്യൂസ് ഉള്ള ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് പ്രോപ്പറായിട്ട് അറ്റൈൻ ചെയ്യാതെ ഉള്ള ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പിയും ഡോക്ടർ പറയുന്ന പോലത്തെ തെറാപ്പീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇവരുടെ കൈകാൽ മൂവ്മെന്റ്സ് നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് എക്സസൈസസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊസിഷണൽ ഡിഫോമിറ്റീസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ആംബുലേറ്റ് ചെയ്യാനുള്ള ഭാവിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ബുദ്ധിമുട്ട് വന്നല്ലോ. എസ്പെഷ്യലി ചില കുഞ്ഞുങ്ങൾക്ക് ഹിപ്പിൽ ഡിസ്ലൊക്കേഷനും സബ്ലക്സേഷനും ഒക്കെ വരും, ചിലർക്ക് കൺട്രാക്ചേഴ്സ് വരുന്നു. അപ്പം അങ്ങനത്തെ പൊസിഷണൽ ഡിഫോമിറ്റീസ് വരാതെ നോക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ അകത്ത് ഡിഫോമിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചിലപ്പോൾ റെസ്പിറേറ്ററി എക്സസൈസസ് ഒക്കെ അവർ പറഞ്ഞു തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് തെറാപ്പിസ്റ്റ് പറഞ്ഞു തരുന്നതിനനുസരിച്ച് കുഞ്ഞിന് എക്സസൈസും കാര്യങ്ങളും ചെയ്യുക, ബോഡിയുടെ പൊസിഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് റാഷസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും.